ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2025 മെയിൽ CA ഇന്റർ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത വരുന്ന ഈ ഒരു 40 ഡേയ്സ് എങ്ങനെ നല്ലപോലെ നിങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് അത് ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിലും സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിലും ഏതൊക്കെ ഫാക്ടേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യണം, എങ്ങനെ നമുക്ക് ഈ ഡെയിലി ഡേയ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും തന്നെ എന്താണ് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നത് ആദ്യത്തെ പോയിന്റ് ഒരു ജനറൽ പോയിന്റ് ആണ്. നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് എഴുതണോ അല്ലെങ്കിൽ സിംഗിൾ ഗ്രൂപ്പ് എഴുതണോ? കാരണം ഇത് ആദ്യമേ ഒരു പോയിന്റ് ആയിട്ട് പറയാൻ കാരണം ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടായിരിക്കും മുന്നോട്ട് നമ്മൾ ഓരോരോ ഡെയിലി ഷെഡ്യൂൾസ് നമ്മൾ അറേഞ്ച് ചെയ്യുക. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റുഡൻ്റ് ആണ്, ഞാൻ ക്ലാസ്സസ് ഒന്നും ശരിക്കും കേട്ടിട്ടില്ല, ഞാൻ എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ്, ഞാൻ ബോത്ത് ഗ്രൂപ്പ്സ് എഴുതും, ഞാൻ ഉറപ്പായിട്ട് എഴുതും. ഡോണ്ട് ടേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഇമോഷൻസ്. നമ്മൾക്ക് ആദ്യമേ നമ്മളെ തന്നെ മനസ്സിലാക്കണം. നമുക്ക് ഇത്രയും ദിവസമുണ്ട്. ഞാനൊരിക്കലും ഒരാളെ ബ്ലെയിം ചെയ്യുന്നതല്ല, എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് പെട്ടെന്ന് ക്ഷീണം വരും. ഇതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ശരിയാണ്, ഇതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അത് സെക്കൻഡാണ്. ആദ്യമേ നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. അപ്പോൾ ബോത്ത് ആണോ സിംഗിൾ ആണോ, ഡോണ്ട് ടേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഇമോഷൻസ്. ഇപ്പം നമ്മൾ ദേഷ്യത്തോടെ ആയിരിക്കുമ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുമ്പോഴും നമ്മൾ തീരുമാനം എടുക്കരുത്. കാരണം എന്താണ്, അത് സന്തോഷത്തോടു കൂടിയും ചിലപ്പോൾ ദേഷ്യത്തോടെ എടുക്കുന്നതായിരിക്കും. ഇതൊന്നും ഇല്ലാത്തൊരു സമയം ഉണ്ടാവുമല്ലോ. ദെൻ വി ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഡിസൈഡ് ബോത്ത്. അതായത് നോർമലി പറയുമ്പോൾ എനിക്ക് മെയ് 2025 ക്ലിയർ ആകണം സർ, ഇല്ല പറ്റില്ല സർ. ദ ബെസ്റ്റ് ടൈം ടു ക്ലിയർ ദ CA ഇന്റർ ഈസ് January 2025 ആൻഡ് ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ടു ക്ലിയർ is May 2025. So you are in the second best time. So clear single group. സമയം എവിടെയും പോകുന്നില്ല. whatever may be your age and this professional course is entirely different. നിങ്ങൾ ഇനി ബോത്ത് എഴുതുന്നു. I'm not saying the negative way. നിങ്ങൾ ബോത്ത് എഴുതുന്നു, പറ്റുന്നില്ല. If you are okay with single group, go ahead with that. So first step, you have to select both group or single group. Okay, clear ആണ്. അത് അതേപോലെ നോക്കുക. രണ്ടാമത്തത് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സെലക്ട് ദ ഗ്രൂപ്പ് വിച്ച് യു ആർ മോസ്റ്റ് പ്രിഫർ ചെയ്യുന്ന നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അല്ലേ. അതിപ്പോൾ ഫസ്റ്റ് ആകാം സെക്കൻഡ് ആകാം, ഓരോരോ സ്റ്റുഡൻറ്റ് എന്താണ് നിങ്ങൾക്ക് ഓരോരോ ഗ്രൂപ്പ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ആ ഒരു ഡേയ്സിലേക്ക് വരുന്ന സംഭവമാണ്, 40 ദിവസത്തെ അറേഞ്ച്മെൻറ്റിലേക്ക്. ഇപ്പം നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എളുപ്പമുള്ള ഗ്രൂപ്പ്, അതായത് ഇപ്പോൾ നമുക്ക് 3 പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പേപ്പറെങ്കിലും കോർ പേപ്പർ ഉള്ള ഗ്രൂപ്പ് ഏതാണ് തിരഞ്ഞെടുക്കുക. ഇത് ഓരോരോ സ്റ്റുഡൻസിന് വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് കോർ പേപ്പർ അക്കൗണ്ട്സും ആൻഡ് ടാക്സുമാണ്, ഉറപ്പായിട്ടും ലോ എന്ന് പറയുന്ന കോർ പേപ്പർ ആയിരിക്കില്ല. മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ രീതിയിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ആ 2 പേപ്പേഴ്സ്, അങ്ങനെ ഏറ്റവും കൂടുതൽ കോർ പേപ്പേഴ്സ് ഉള്ള സംഭവം ഏതാണ്? കാരണം നിങ്ങളെല്ലാം പഠിച്ചിട്ട് തന്നെ എക്സാമിനേഷനിൽ പോകുന്നത്. ഞാൻ പോകുന്ന പഠിച്ചിട്ടാണ്, നിങ്ങൾ പോകുന്ന പഠിച്ചിട്ടാണ്. പക്ഷേ പഠിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഫെയിൽ ആകുന്നത്? ഇറ്റ് ഇസ് എ മൈൻഡ് സെറ്റ് മാറ്റേഴ്സ്. ഇപ്പോൾ ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, നല്ലപോലെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും ലോ ഡിഫിക്കൽട്ടാണ്, നമുക്കത് പറ്റത്തില്ല എന്ന രീതിയിൽ തീരുമാനം നമ്മൾ എടുക്കത്തുള്ളൂ. ഇറ്റ്സ് ഓൾ മൈൻഡ് സെറ്റ്. സോ ഇഫ് യു ക്ലിയർ ഈവൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഓർ ദ സെക്കൻഡ് ഗ്രൂപ്പ്, ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് അറ്റംപ്റ്റുകൾ ക്ലിയർ ചെയ്യും. നിങ്ങൾ മെജോറിറ്റി സ്റ്റുഡൻസിനെ സർവേ എടുത്ത് ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്തിട്ട് അടുത്ത ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കില്ല. It's all mindset because you are capable, you can easily understand, you can easily write, you know how to write and you know how you much got marks, right? So everything you knows. So always എന്താണ് നിങ്ങൾക്ക് എത്ര ടൈം, കാരണം ഈ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് എത്ര ടൈം റിവൈസ് ചെയ്യണം, എത്ര ടൈംസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം, അതേപോലെ തന്നെ എത്ര ടൈം നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം. 2 പ്രാവശ്യമോ മിനിമം 2 ടൈംസ് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ 3 പ്രാവശ്യം. എത്ര ടൈംസ് നിങ്ങൾക്കത് മറക്കാൻ പറ്റാത്ത രീതിയിൽ റിവൈസ് ചെയ്യാൻ പറ്റുമോ, ഇറ്റ്സ് ഓൾ ഗ്രേറ്റ്. ആൻഡ് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ RTP FD കാര്യം പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താണ് നിങ്ങൾക്ക് 2 or 3 എന്താണ് മിനിമം നിങ്ങളൊരു 5 to 6 ഇയേഴ്സിൻ്റെ, അതായത് 2 to 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 5 അറ്റംപ്റ്റ്സ് നമ്മൾക്ക് കിട്ടും. ഇത്രയാണ് തന്നെ RTP പ്ലസ് MTP പ്ലസ് പാസ്റ്റ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടി. അല്ലാതെ നമ്മൾ കുറേ ഗ്രൂപ്പ് മാത്രം സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. കംപ്ലീറ്റ് ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിലും ഈ പറഞ്ഞ RTP MTP ടെക്സ്റ്റ് ബുക്ക് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ എന്താണ് നിങ്ങൾ ഓർത്തു വെക്കണം. നെക്സ്റ്റ് ക്ലിയർ. അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു, ഇനി നമ്മൾ ഡെയിലി ടൈം ടേബിളിലേക്ക് വരുന്നു. ഇപ്പോൾ ഞാൻ ഗ്രൂപ്പ് 1 കോമൺ എടുക്കാം. ഗ്രൂപ്പ് 1 നമ്മൾ എടുക്കുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ടൈം ടേബിൾ ആക്കണം. ടൈം ടേബിൾ ഞാൻ ഒരിക്കലും പറയുന്നില്ല രാവിലെ ഇത് പഠിക്കണം, ഉച്ചയ്ക്ക് ഇത് പഠിക്കണം. അത് നിങ്ങളുടെ കൺവീനിയൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ടൈം ടേബിൾ എങ്ങനെയായിരിക്കണം?
എവ്രി ഡേ ഓൾ സബ്ജക്ട്സും ഉണ്ടായിരിക്കണം. അത് വേണോ സർ? അതൊരു മെത്തേഡ് നമ്മൾ പറയാൻ കാരണം നമ്മൾ ഒരു ദിവസം പറഞ്ഞില്ലെങ്കിൽ പിറ്റേ ദിവസം പോയി ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു 9 hours ആവറേജ് എടുക്കുന്നു ഡെയിലി. ഓക്കെ, 9 hours ആവറേജ് എടുക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഇന്ന് ടാക്സ് പഠിക്കുന്നു വെച്ചോ, ടാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? 5 hours ടാക്സിന്. ഓക്കെ, പിറ്റേ ദിവസം അക്കൗണ്ട്, അതേ ദിവസം തന്നെ അക്കൗണ്ട്സ് ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ കാര്യം പറയുന്നത് 3 hours അക്കൗണ്ട്സ് ആൻഡ് 1 hour ലോ. ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ അഡ്വാൻസ് അക്കൗണ്ടിങ് 5 hours, ലോ 3 hours, ടാക്സ് 1 hour. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 5 hours പഠിച്ചതുകൊണ്ട് അത് റിവൈസ് ചെയ്യാൻ നമുക്ക് ഒരു ദിവസം എടുക്കുള്ളൂ, 1 മണിക്കൂർ എടുക്കുള്ളൂ. അക്കൗണ്ട്സ് നമ്മൾ 3 hours പഠിച്ചു, അപ്പോൾ നമുക്ക് എന്താണ് 8 hours കിട്ടി. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ലോ നമുക്ക് 3 hours കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ഡേയോ അപ്പോൾ ലോ നമുക്ക് 4 മണിക്കൂർ ഇതിൻ്റെ കൂടെ കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് പ്രീവിയസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം, എന്ത് വർക്കൗട്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഒരു ദിവസം പഠിക്കണം. ഡൈവേർട്ട് ആവുകയൊന്നുമില്ല. ഇപ്പോൾ ഞാനിത് പറയുന്നത് എൻ്റെ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തൊരു സംഭവമാണ്. ഇത് നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ജനറലി പറയുന്ന ഒരു ടൈം ടേബിൾ മാത്രമാണ്. സാർ ഞാൻ ആളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനനുസരിച്ച് പോകുന്നുണ്ട്, ഞാനത് മാറ്റണോ? ഒരിക്കലും വേണ്ട. നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തോ. ഞാനിത് ഒരു ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടി മാത്രം എന്താണ് ഞാൻ ചെയ്യുന്നൊരു സംഭവം മാത്രമാണെന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4ാമത് വളരെ ഒരു പേഴ്സണൽ കാര്യമാണ്. അതായത് നമ്മളുടെ ഡെയിലി ഇംപ്രൂവ്മെൻറ്റ്സിനെ നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യണം. കാരണം നമ്മളെപ്പോഴും ഓരോ ദിവസവും എന്താണ് മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളതിന് നോട്ട് ചെയ്യണം. അതെങ്ങനെ നോട്ട് ചെയ്യുന്നത്? ഞാൻ ഇന്നത്തേക്കാളും ഇന്നും ഒരു ദിവസമൊക്കെ നമുക്ക് പറ്റിപ്പോകട്ടോ. ഇപ്പോൾ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 2 ദിവസമൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ദാറ്റ് ഈസ് ഹ്യൂമൻ ബീങ്സ് ആണ്. ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ വരാതിരുന്നാൽ ഇറ്റ് ഈസ് ഗ്രേറ്റ് ആണ്. ഇപ്പം നിങ്ങൾ ഒരു ദിവസം 10 hours നിങ്ങൾ പറഞ്ഞു. 10 hours നിങ്ങൾ ഫോർ എക്സാമ്പിൾ 10 hours ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ വെക്കാം. നിങ്ങളൊരു 10 questions എന്താണ് നിങ്ങൾ പഠിക്കുന്നു വെച്ചോ. ഒരു 10 questions നിങ്ങൾ പഠിക്കുന്നു വെച്ചോ. നിങ്ങൾക്ക് അന്ന് 8 പഠിക്കാനേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ആകും? നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നെഗറ്റീവ് ക്രിയേറ്റ് ആകും. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ 10ന് പകരം നിങ്ങൾ 5 question നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എവിടെ? നിങ്ങൾ പേപ്പറിൽ എഴുതുന്ന 5 question. നിങ്ങൾ എന്നിട്ട് 10 question പഠിക്കും. അതെന്താണ്? പോസിറ്റീവാണ്. 2ൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? 2ലും പഠിക്കുന്ന ക്വസ്റ്റ്യൻ്റെ എണ്ണത്തിൽ ഒരു വ്യത്യാസമില്ല. പക്ഷേ നമ്മളതിൻ്റെ മെൻറ്റാലിറ്റി നമ്മൾ എങ്ങനെ, ഇതൊക്കെ ഒരു സൈക്കോളജിയാണ്. നമ്മൾ എന്താണ് എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നമ്മൾ പറഞ്ഞ ടാർഗറ്റിനേക്കാളും കൂടുതൽ നമുക്ക് എന്താണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ എന്താണ് ഇപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഡെയിലി ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് വളരെ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ വിശ്വസിക്കുന്നു. അത് ഹവേഴ്സ് വേണം നിങ്ങൾക്ക് കുറച്ച് ചെയ്തിട്ട് കൂടുതൽ പഠിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്തിട്ട് കൂടുതൽ പഠിക്കാം, എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 5ാമത്തത് നമ്മൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേക്ക് ഓൾ ദ ഫാക്ടേഴ്സ്. ഇപ്പോൾ നമുക്ക് എന്താണ് റംസാൻ വരുന്നുണ്ട്, നമുക്ക് വിഷു വരുന്നുണ്ട്, ഈസ്റ്റർ വരുന്നുണ്ട്. ടേക്ക് ഓൾ ഫാക്ടേഴ്സ്. നമ്മൾ എന്താണ് ആ ഡേയ്സിനൊക്കെ നമ്മൾ ടൈം ടേബിൾ ഇടരുത്. കാരണം നമ്മൾ പഠിക്കില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ വിഷുവിന് നമ്മൾ ടൈം ടേബിൾ ഇടുന്നില്ല, നമ്മൾ അന്ന് ലീവ് കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ 1 മണിക്കൂർ പഠിക്കുന്നു. അവിടെയും നമുക്ക് എന്ത് ക്രിയേറ്റ് ആയി? പോസിറ്റീവ് ക്രിയേറ്റ് ആയി. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഇല്ലാത്ത ഫാക്ടേഴ്സ് എല്ലാം എന്താണ് നമ്മൾ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യണം. ഇനി 2 എക്സ്ട്രാ പോയിന്റ് ആണ്, ബോണസ് പോയിന്റ് ആണ് പറയുകയാണെങ്കിൽ. ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ്. എപ്പോഴും ഈസിയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനം നമ്മൾ എന്താണ് ടൈം കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കുമല്ലോ നമുക്ക് ഡിഫിക്കൽട്ട് എന്ന് പറയാൻ കാരണം. നമുക്ക് ഡിഫിക്കൽട്ട് ആകുന്ന എന്താണ്? ആവശ്യമില്ലാത്തൊരു സാധനമാണെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിൽ അത് ആവശ്യമില്ലാത്ത സാധനമാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം അത് ഡിഫിക്കൽട്ട് ആകുമ്പോൾ നമ്മൾ അതിനെ ആദ്യമേ പഠിക്കണം. 1ാമത്തത്. 2ാമത്തത്, നിങ്ങൾ പഠിക്കുന്ന റൂം എന്ന് പറഞ്ഞത് വളരെ രീതിയിൽ നിങ്ങളുടെ പഠിത്തത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹോസ്റ്റലിലാണെങ്കിൽ ആ രീതിയിൽ ഉള്ള കൺവീനിയൻറ്റ് പ്ലേസിൽ എന്താണ് ഡെയിലി നമുക്കൊരു പോസിറ്റീവ് ആ രീതിയിലുള്ള ഇപ്പോൾ മെസ്സേജസ് ആയിരിക്കും, നിങ്ങളുടെ ജേർണി ആയിരിക്കും, ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ ആ രീതി. നമ്മളിപ്പോൾ സിനിമയിലെ കാണുന്ന പോലെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നവർ അവിടെ ഇവിടെയൊക്കെ പല രീതി, അതൊക്കെ എന്താണ് അവർക്ക് ആ റൂമിൽ കയറുമ്പോൾ അവർക്ക് പല കാര്യങ്ങളുടെ ഓർമ്മ വരും. ഇതെല്ലാം ആ ഒന്നും എഴുതിയില്ലെങ്കിലും റൂമിലുള്ളത് നമ്മൾ തന്നെയാണ്, എന്തെങ്കിലും എഴുതിയാലും റൂമിലുള്ളത് നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഭാരം ഇറക്കി വെക്കുന്നത് ബുക്കിൽ എന്ന രീതിയിൽ നമ്മളിപ്പോൾ ഡെസ്കിലൊക്കെ ഭാരം ഇറക്കി വെക്കും. നമ്മൾ പല കാര്യങ്ങളും പറയാനുള്ളത്
ഡെസ്കിൽ നമ്മൾ എഴുതും. സോ അതേ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ നമ്മൾ ടോപ്പ് 5 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇനി എന്താണ് ഒരുപാട് അപ്ഡേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിനെ കുറിച്ച് വീഡിയോ ആണെങ്കിൽ വീഡിയോ ആവശ്യമുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അതിനകത്ത് കുറച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആരുടെ ഫ്രണ്ട്സ് May 2025 എക്സാമിനേഷൻ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.